Hi, I am Sharath. All of you welcome back to an introduction to Indian polity for civil service examination. In this session, we are going to discuss about the executive branch of Indian state. ഈ ടോപ്പിക് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ 2 സെഷൻസിലൂടെയാണ് നമ്മൾ ഈ ടോപ്പിക് കവർ ചെയ്യുന്നത്. സോ ഇൻ ദിസ് സെഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ യൂണിയൻ എക്സിക്യൂട്ടീവ്. യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ടോപ്പിക്. പാർട്ട് 5 യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ട് പറയുന്നത്. ആക്ച്വലി യൂണിയൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ട് 5 അതിലെ ചാപ്റ്റർ 1 എക്സിക്യൂട്ടീവ്. യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ട് 3 കമ്പോണൻസ് ആണുള്ളത്. ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇത്രയും പൊസിഷൻസ് ചേരുമ്പോഴാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് ആയി മാറുന്നത്. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കുറിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 52 ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 53 യൂണിയൻ എക്സിക്യൂട്ടീവ് പവേഴ്സ് പ്രസിഡന്റിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രസിഡന്റിൻ്റെ പേരിലാണ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് പവർ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത്. ആർട്ടിക്കിൾ 54 പ്രസിഡന്റിൻ്റെ ഇലക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 54 ഇദ്ദേഹം ഇൻഡയറക്റ്റ്ലി എലക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രൽ കൊളീജിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് പാർലമെൻറ്റിലെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ എലക്റ്റഡ് മെമ്പേഴ്സാണ് ഇദ്ദേഹത്തിനെ എലക്ട് ചെയ്ത് എടുക്കുന്നത്. ആർട്ടിക്കിൾ 54. ആർട്ടിക്കിൾ 55 പ്രോസസ് ഓഫ് ഇലക്ഷൻ പറയുന്നുണ്ട്. പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ്റെ പ്രോസസ്സ് പറയുന്നുണ്ട്. അതായത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വിത്ത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റമാണ് നമ്മുടെ പ്രസിഡന്റ് എലക്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിന് പറയുന്നത്. ത്രൂ എ സീക്രട്ട് ബാലറ്റ്. സോ ഒരു സീക്രട്ട് ബാലറ്റിലൂടെയാണ് ഇലക്ഷൻ നടക്കുന്നത്. അതായത് ഈ എലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ, അതായത് MPs, MLAs, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുള്ള യൂണിയൻ ടെറിട്ടറീസിലെ മെമ്പേഴ്സ്, ഇവരുടെ ഒക്കെ വോട്ടിന് ഒരു വാല്യൂ ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോപ്പുലേഷൻ ഓഫ് ദ കൺസേൺഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി. സോ പ്രസിഡന്റ് എലക്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വിത്ത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 71 ഈ പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് സുപ്രീം കോർട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നും അത് ഫൈനലായിരിക്കുമെന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നതിനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. മിനിമം 35 വയസ്സുണ്ടായിരിക്കണം. അതുകൂടാതെ ലോക്സഭാ മെമ്പറാവാൻ വേണ്ട ക്വാളിഫിക്കേഷൻസും വേണം. അതുകൂടാതെ എന്തെങ്കിലും ഓഫീസ് ഓഫ് പ്രോഫിറ്റ് കൈകാര്യം ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നതിൽ പ്രസിഡന്റിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിൻ്റെ ഓഫീസ്, ഗവർണർ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് യൂണിയൻ ഓർ സ്റ്റേറ്റ് ഇതൊന്നും വരുന്നില്ല. സോ ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് മത്സരിക്കാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ടേം ഓഫ് ഓഫീസ്, ഇദ്ദേഹം എത്ര കാലമാണ് ഓഫീസിൽ തുടരുന്നത് എന്ന് നോക്കാം. നമുക്ക് 5 വർഷമാണ് പ്രസിഡന്റ് ഈ ഓഫീസിൽ തുടരുന്നത്. 5 വർഷം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അടുത്ത പ്രസിഡന്റ് ചാർജ് എടുക്കുന്നതുവരെ ഇദ്ദേഹം ആ പൊസിഷനിൽ തന്നെ തുടരേണ്ടതുണ്ട്. ഇനി 5 വർഷത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം. ആ റെസിഗ്നേഷൻ ലെറ്റർ വൈസ് പ്രസിഡന്റിനാണ് കൊടുക്കുന്നത്. ഇനി പാർലമെൻറ്റിനും ഇദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇംപീച്ച്മെൻ്റ് എന്നാണ് പറയുക. അതിനുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ് ലംഘിച്ചു എന്നുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ പേരിലാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് ആർട്ടിക്കിൾ 61 പറയുന്നത്. അതിലാദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഹൗസിൽ ഇദ്ദേഹത്തിന് ഇംപീച്ച് ചെയ്യാൻ വേണ്ട റെസല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ റെസല്യൂഷൻ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ, ആ സഭയിലെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 25% അല്ലെങ്കിൽ 1/4 ആളുകൾ സപ്പോർട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു റെസൊല്യൂഷൻ ആ സഭയിൽ വന്നു കഴിഞ്ഞാൽ 14 ദിവസത്തേക്കുള്ള ഒരു നോട്ടീസ് പ്രസിഡന്റിന് കൊടുക്കുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞ് 14 ദിവസത്തിന് ശേഷം ഈ റെസൊല്യൂഷൻ കൺസേൺഡ് സഭയിൽ 2/3 മെജോറിറ്റിയിൽ പാസ്സാവുകയാണെങ്കിൽ, 2/3 മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് അല്ല, 2/3 ഓഫ് ടോട്ടൽ, ആ മെജോറിറ്റിയിൽ പാസ്സാവുകയാണെങ്കിൽ
ഇത് അടുത്ത സഭയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോകും. സെക്കൻഡ് ഹൗസ്, ആ സെക്കൻഡ് ഹൗസിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹൗസ് എന്ന് വിളിക്കാം. അവിടെ ആ സഭയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിക്കും, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് മുൻപാകെ പ്രസിഡന്റിന് സ്വയം ഡിഫെൻഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു കൗൺസിൽ വഴി ഡിഫെൻഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ടും ആ സഭയിലും ഈ പറയുന്ന ആർഗ്യുമെൻറ്റ്സ്, അതായത് ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനെ ലംഘിച്ചു, വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സഭ 2/3 മെജോറിറ്റിയിൽ ആ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യപ്പെടുന്നതാണ്. സോ ഇതാണ് പ്രസിഡന്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പ്രസിഡന്റിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പല കാറ്റഗറി ഓഫ് പവേഴ്സ് പ്രസിഡന്റിനുണ്ട്. ഒന്ന് എക്സിക്യൂട്ടീവ് പവേഴ്സാണ്. എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിസിഷൻസും പ്രസിഡന്റിൻ്റെ പേരിലാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. വേറൊന്ന് പ്രധാനപ്പെട്ട ഓഫീസുകൾ, അതായത് പ്രൈം മിനിസ്റ്റർ, അറ്റോർണി ജനറൽ, CAG, UPSC ചെയർമാൻ, ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെയുള്ള പൊസിഷൻസൊക്കെ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത് പ്രസിഡന്റ് വഴിയാണ്. ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിനാണ് ലോക്സഭ സമൺ ചെയ്യാനും പ്രൊറോഗ് ചെയ്യാനും ഡിസോൾവ് ചെയ്യാനുള്ള അധികാരമുള്ളത്. രാജ്യസഭ പെർമനൻ്റ് ഹൗസ് ആയതുകൊണ്ട് അത് ഡിസോൾവ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൂടാതെ ആർട്ടിക്കിൾ 108 പ്രകാരം ലോക്സഭയുടെയും രാജ്യസഭയുടെയും ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടാനും പ്രസിഡന്റിനാണ് അധികാരമുള്ളത്. ഇനി ലോക്സഭ സമ്മേളിച്ചിട്ടില്ല എങ്കിൽ ഓർഡിനൻസുകൾ പ്രൊമൾഗേറ്റ് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിന് ആർട്ടിക്കിൾ 123 പ്രകാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഓർഡിനൻസുകൾ 6 ആഴ്ചയ്ക്കുള്ളിൽ ലോക്സഭ വീണ്ടും സമ്മേളിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ അത് അപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഓർഡിനൻസ് നിലനിൽക്കുകയില്ല. കൂടാതെ ഇദ്ദേഹത്തിന് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അടുത്തതായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പവറാണ് ലെജിസ്ലേറ്റീവ് പവറാണ്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ പ്രസിഡന്റിൻ്റെ അസൻറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ അതൊരു ആക്റ്റായി മാറുകയുള്ളൂ. സോ പാർലമെൻറ്റ് 2 സഭകളും ഒരു ബില്ല് പാസ്സാക്കിയിട്ട് പ്രസിഡന്റിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അതിന് അസൻറ്റ് ചെയ്യാം, അതായത് അതിന് അപ്രൂവൽ കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസൻറ്റ് വിത്ത്ഹോൾഡ് ചെയ്ത് നിർത്താം. അതിന് വീറ്റോ പവർ എന്നാണ് പറയുക. വേറൊന്ന്, ഇദ്ദേഹത്തിന് ആ ബില്ല് റിട്ടേൺ ചെയ്യാം, തിരിച്ച് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് അയക്കാം. പക്ഷേ അത് ഒറ്റ തവണ മാത്രമേ അയക്കാൻ സാധിക്കുകയുള്ളൂ. മണി ബില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ബില്ല് റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല. അതുകൂടാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലുകളുടെ കാര്യത്തിലാണെങ്കിൽ പ്രസിഡന്റിന് അത് സൈൻ ചെയ്തേ പറ്റുകയുള്ളൂ. അത് 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് ഇത് ബൈൻഡിങ് ആക്കിയത് പ്രസിഡന്റിന് മുകളിൽ. അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലുകൾ പാർലമെൻറ്റിൽ 2 സഭകളും പാസ്സാക്കി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഓപ്ഷനൊന്നുമില്ല, അദ്ദേഹം അത് സൈൻ ചെയ്തേ പറ്റുകയുള്ളൂ. ഇനി ഗവർണർ ഏതെങ്കിലും സ്റ്റേറ്റ് ബില്ല് പ്രസിഡന്റിൻ്റെ കൺസിഡറേഷന് വേണ്ടി റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ സൈൻ ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. അങ്ങനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞ ബില്ല് വീണ്ടും വരികയാണെങ്കിൽ അത് സൈൻ ചെയ്തോളണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹത്തിന് അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് അത് അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് അദ്ദേഹത്തിന് വിത്ത്ഹോൾഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതുകൂടാതെ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്ന ഒരു പവർ അദ്ദേഹത്തിനുണ്ട്. അതായത് ഒരു ബില്ലിൻ്റെ മുകളിൽ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുക, അതിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. 1986 പ്രസിഡന്റ് ആയിരുന്ന ഗ്യാനി സെയിൽ സിംഗ് പോസ്റ്റ് ഓഫീസ് ബില്ല് പോക്കറ്റ് വീറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഡെഫിനിറ്റ് ആയിട്ട് അതിന് മുകളിൽ യാതൊരു ആക്ഷൻസും എടുക്കാതിരിക്കുക. അടുത്തത് പ്രസിഡന്റിൻ്റെ ഫിനാൻഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മണി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കണമെങ്കിൽ പ്രസിഡന്റിൻ്റെ പ്രയർ റെക്കമെൻഡേഷൻ ആവശ്യമായിട്ടുണ്ട്. അതുകൂടാതെ ബജറ്റുമായി ബന്ധപ്പെട്ട ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡ് അതിനുവേണ്ട റെക്കമെൻഡേഷൻസ് കൊടുക്കണമെങ്കിലും അതിൽ പ്രയർ അപ്രൂവൽ പ്രസിഡന്റിൻ്റെ ആവശ്യമായിട്ടുണ്ട്. കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നും അഡ്വാൻസസ് കൊടുക്കാനും ഇദ്ദേഹത്തിൻ്റെ അപ്രൂവൽ ആവശ്യമുണ്ട്. ഫിനാൻസ് കമ്മീഷനെ, അതായത് സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അപ്പോയിൻറ്റ് ചെയ്യുന്നതൊക്കെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ പവേഴ്സ്, ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ജുഡീഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 143 പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്ന പ്രൊവിഷൻ വരുന്നത്. അതായത് ഏതെങ്കിലും ഇഷ്യൂസിൽ പ്രസിഡന്റിന് സുപ്രീം കോടതിൻ്റെ അഡ്വൈസ് തേടാവുന്നതാണ്. ആർട്ടിക്കിൾ
143 പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്ന പ്രൊവിഷൻ വരുന്നത്. അതുകൂടാതെ ഇദ്ദേഹത്തിന് ആർട്ടിക്കിൾ 72 പ്രകാരം ഏതെങ്കിലും കുറ്റത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് പാർഡൺ അല്ലെങ്കിൽ റിപ്രൈവ്, റിമിഷൻ, റെസ്പൈറ്റ് ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. അതായത് അവരുടെ ശിക്ഷയിലെ ഇളവുകൾ കൊടുക്കാവുന്നതാണ്. ഇത് ആർട്ടിക്കിൾ 72 ആണ് വരുന്നത്. ആർട്ടിക്കിൾ 72 വരുന്നത് പ്രസിഡൻഷ്യൽ പാർഡൺ എന്ന് പറയും. ഈ ഗവർണർക്കും, സ്റ്റേറ്റിൽ ഗവർണർക്കും ഇതേ പവറുകളുണ്ട്. പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്. അത് ആർട്ടിക്കിൾ 161 വഴിയാണ് ഗവർണർക്ക് ഈ പവർ കിട്ടുന്നത്. ഇതുകൂടാതെ അദ്ദേഹത്തിന് മിലിറ്ററി പവേഴ്സ് ഉണ്ട്. അദ്ദേഹമാണ് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിൻ്റെ സുപ്രീം കമാൻഡർ. അതുകൂടാതെ വാർ അല്ലെങ്കിൽ പീസ് ഇതൊക്കെ ഡിക്ലെയർ ചെയ്യാനുള്ള സോൾ അതോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇനി പ്രസിഡന്റിന് സം ഡിപ്ലോമാറ്റിക് പവേഴ്സ് ഉണ്ട്. അദ്ദേഹമാണ് മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ഹൈ കമ്മീഷണേഴ്സിനെയും അംബാസഡേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ ഇദ്ദേഹമാണ് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് എമർജൻസി പവേഴ്സാണ് പ്രസിഡൻറ്റിൻ്റെ. അത് നമ്മൾ ഒരു സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സെഷനിൽ അത് എലാബറേറ്റ് ചെയ്യുന്നില്ല. പ്രസിഡന്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 53 പറയുന്നുണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് പവറും, യൂണിയൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് പവറും പ്രസിഡന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ആർട്ടിക്കിൾ 74 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ പ്രൊവിഷൻ വരുന്നുണ്ട്. അതായത് പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്തിരിക്കുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 74 അദ്ദേഹം ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എയ്ഡിന് അല്ലെങ്കിൽ അഡ്വൈസിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അതായത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു നോമിനൽ ഹെഡ് മാത്രമാണ്. പ്രൈം മിനിസ്റ്റർ ഹു ഈസ് ഹെഡിങ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് റിയൽ ഹെഡ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 42nd അമെൻമെൻറ്റ് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഈ റെക്കമെൻഡേഷൻസ് ബൈൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രസിഡന്റിന് ഇത് ഒരു തവണ റീകൺസിഡർ ചെയ്യാൻ വേണ്ടി തിരിച്ചയക്കാം എന്ന് ഉള്ളൊരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൂടാതെ പ്രസിഡന്റിന് ചില ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്. ഈവൻ ദോ ഇറ്റ് ഈസ് വെരി ലിമിറ്റഡ്, വളരെ ലിമിറ്റഡ് ആണെങ്കിൽ പോലും പ്രസിഡന്റിന് കുറച്ച് ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് പാർലമെൻറ്റിൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ പറയുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ബൈൻഡിങ് ആയി മാറുകയുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ, അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പാർലമെൻറ്റിൽ മെജോറിറ്റി സപ്പോർട്ട് ഇല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ഡിസ്ക്രിഷണറി പവേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു പാർട്ടിക്കോ കോയലേഷനോ പാർലമെൻറ്റിൽ മെജോറിറ്റി ഇല്ലെങ്കിൽ ഏത് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യണം, ആരെ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പ്രസിഡന്റിന് തീരുമാനിക്കാം. അതുകൂടാതെ ബില്ല് അദ്ദേഹത്തിൻ്റെ കൺസിഡറേഷൻ വന്നു കഴിഞ്ഞാൽ അത് റീകൺസിഡറേഷന് വേണ്ടി അയക്കണോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവറാണ്. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോക്കറ്റ് വീറ്റോ, ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് അദ്ദേഹത്തിൻ്റെ ചില ഓർഡിനറി ബില്ലുകൾ ഒരു ആക്ഷൻ എടുക്കാതെ വെക്കാവുന്നതാണ്. അതിനാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സാണ്. ഇനി ലോക്സഭയിൽ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് മെജോറിറ്റി ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഡിസോൾവ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി പ്രൈം മിനിസ്റ്റർ റെഗുലറായിട്ട് പ്രസിഡന്റിനെ ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസിനെ കുറിച്ചിട്ട് അപ്രൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ആർട്ടിക്കിൾ 78 പറയുന്നത്. ഇതൊക്കെയാണ് പ്രസിഡന്റിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് വൈസ് പ്രസിഡന്റിനെ കുറിച്ച് നോക്കാം. ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത്. ഇദ്ദേഹത്തിനെ എലക്ട് ചെയ്യുന്നത് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻ്റ് ആണ്. ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെയോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിലെ യൂണിയൻ ടെറിട്ടറിയിലെ മെമ്പേഴ്സിനെയോ ഒന്നും ഈ ഇലക്ഷനിൽ പങ്കെടുക്കുന്നില്ല. പാർലമെൻറ്റിലെ ഓൾ ദ മെമ്പേഴ്സ് ആണ് വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. ഇവിടെ എലക്റ്റഡ് മെമ്പേഴ്സുണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സുണ്ട്. എന്നാൽ പ്രസിഡന്റിനെ എലക്ട് ചെയ്തിരുന്നത് ഓൺലി എലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഇദ്ദേഹത്തിൻ്റെ നോമിനേഷന് വേണ്ടിയിട്ട് 20 എലക്ടേഴ്സ് പ്രപ്പോസ് ചെയ്യണം. അതുകൂടാതെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു 20 പേരും കൂടി വേണം. എങ്കിൽ മാത്രമേ ഒരാൾക്ക് വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. ക്വാളിഫിക്കേഷൻ
പ്രസിഡന്റിൻ്റെ അതേ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ്. 35 വയസ്സ്, സിറ്റിസൺ ഓഫ് ഇന്ത്യ. കൂടാതെ മെമ്പർ ഓഫ് രാജ്യസഭ മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ വേണം. അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെയാണ് വൈസ് പ്രസിഡന്റ് ആവാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന അതേ പ്രോസസ്സിലൂടെ തന്നെയാണ്. അതായത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വിത്ത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. വൈസ് പ്രസിഡന്റിന്റെ പവേഴ്സും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇദ്ദേഹമാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അതായത് എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജ്യസഭ ചെയർമാനാവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നതും ഈ പറയുന്ന രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ തന്നെയാണ്. എപ്പോഴാണോ പ്രസിഡന്റിൻ്റെ സീറ്റ് വേക്കൻ്റ് ആവുന്നത് ആ സമയത്ത് വൈസ് പ്രസിഡന്റായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നാൽ അതിന് മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 months മാത്രമാണ്. വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിന് ഗ്രൗണ്ട്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതിന് വേണ്ട റെസൊല്യൂഷൻ രാജ്യസഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം 14 ദിവസത്തെ നോട്ടീസ് വൈസ് പ്രസിഡന്റിന് കൊടുക്കും. ഈ റെസൊല്യൂഷൻ എഫക്റ്റീവ് മെജോറിറ്റിയിൽ രാജ്യസഭയിൽ പാസ്സാക്കുകയാണെങ്കിൽ, എഫക്റ്റീവ് മെജോറിറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെജോറിറ്റീസ് ഞാൻ ആദ്യത്തെ സെഷൻസിൽ പറഞ്ഞതാണ്, അത് റിവൈസ് ചെയ്യുക. അങ്ങനെ എഫക്റ്റീവ് മെജോറിറ്റിയിൽ രാജ്യസഭയിൽ ഈ റെസൊല്യൂഷൻ പാസ്സാക്കുകയും സിമ്പിൾ മെജോറിറ്റിയിൽ ലോക്സഭ അത് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രസിഡന്റ് റിമൂവായി പോകും. ഇതാണ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പ്രൈം മിനിസ്റ്ററിനെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും കുറിച്ചിട്ട് കുറച്ച് പ്രൊവിഷൻസ് നോക്കാം. ആർട്ടിക്കിൾ 74 ദർ ഷുഡ് ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രൈം മിനിസ്റ്ററുടെയും അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് പ്രസിഡന്റിൻ്റെ മുകളിൽ ബൈൻഡിങ് ആണ്. എന്നാൽ ഒരു തവണത്തേക്ക് ഈ അഡ്വൈസ് പ്രസിഡന്റിന് റീകൺസിഡർ ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഇനി പ്രസിഡന്റിന് കൊടുക്കുന്ന ഈ അഡ്വൈസുകൾ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന ഈ അഡ്വൈസുകൾ ഒരിക്കലും ഒരു കോർട്ടിലും ഒരു ഇൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് ആവാൻ പാടില്ല. അത് ഒരു കോർട്ടും പരിശോധിക്കേണ്ട കാര്യമില്ല. അതിനുള്ള അവകാശം കോടതികൾക്കില്ല. 1971 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ലോക്സഭ ഡിസോൾവ് ആയി കഴിഞ്ഞാലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഡ്യൂറേഷൻ തീരുന്നില്ല. അടുത്ത കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വരുന്നത് വരെ നിലവിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തുടർന്നേ പറ്റുകയുള്ളൂ. കാരണം ദർ ഇസ് നോ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഫോർ എ പ്രസിഡന്റിന് ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. അദ്ദേഹത്തിന് എയ്ഡ് അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോക്സഭ ഡിസോൾവ് ആയി കഴിഞ്ഞാലും അടുത്ത കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വരുന്നവരെ ഒരു കാവൽ മന്ത്രിസഭയായിട്ട് എക്സിസ്റ്റിംഗ് മന്ത്രിസഭയ്ക്ക് തുടരേണ്ട കാര്യമുണ്ട്. ആർട്ടിക്കിൾ 75 മിനിസ്റ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും അതുപോലെ തന്നെ ടെന്യൂറും ഒക്കെ പറയുന്നത്. പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ റെക്കമെൻഡേഷൻ വഴിയാണ് മറ്റുള്ള മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യം നിലവിൽ വരുന്നത് പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്ററിന് പിന്നാലെയാണ് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് രൂപം കൊള്ളുന്നത്. ആർട്ടിക്കിൾ 75(1) ഈ പറയുന്ന പ്രൊവിഷൻ മെൻഷൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 75(2) ഒരു പറയുന്ന പ്രൊവിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മിനിസ്റ്റേഴ്സിൻ്റെയും ടെന്യൂർ ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ആണ്. അതായത് പ്രസിഡന്റിന് എപ്പോൾ വേണമെങ്കിലും ഈ മിനിസ്റ്റേഴ്സിനെ പിരിച്ചുവിടാവുന്നതാണ്. അതായത് ദേ ആർ ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എന്നാൽ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ. ശ്രദ്ധിക്കണം, എൻറ്റയർ പാർലമെൻ്റ് അല്ല, ടു ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ, അതായത് ലോക്സഭയോടാണ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആൻഡ് പ്രസിഡന്റിനോടാണ് ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ. അതായത് ഒരു സിംഗിൾ മിനിസ്റ്ററിനെതിരെ നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കാൻ പറ്റില്ല. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഓരോ മിനിസ്റ്റേഴ്സിലും ബൈൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കുന്നത് ഒരു മിനിസ്റ്ററിനെതിരെയല്ല, ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എതിരെയാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് രാജിവെച്ചേ പറ്റുകയുള്ളൂ. ആർട്ടിക്കിൾ 75(3) ക്യാബിനറ്റ് ഡിസിഷൻസ് എല്ലാ മിനിസ്റ്റേഴ്സിലും ബൈൻഡിങ് ആണ് എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 75(4) ഈ മിനിസ്റ്റേഴ്സ് എടുക്കേണ്ട ഓത്ത് ആൻഡ്
അതുപോലെ തന്നെ ഓത്ത് ഓഫ് ഓഫീസ് ആൻഡ് ഓത്ത് ഓഫ് സീക്രസി മെൻഷൻ ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 75(5) സബ് ക്ലോസിൽ എല്ലാ മിനിസ്റ്റേഴ്സും 6 മാസത്തിൻ്റെ ഉള്ളിൽ അപ്പോയിൻ്റ് ചെയ്ത 6 മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും പാർലമെൻറ്റ് മെമ്പേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടുമ്പോൾ പാർലമെൻറ്റ് മെമ്പർ ആയിക്കൊള്ളണമെന്നില്ല, എന്നാൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ പാർലമെൻറ്റിൽ മെമ്പറായിട്ട് മാറിയിരിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 75(5) സബ് ക്ലോസ് ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ 3 രീതിയിലുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ട്, 3 കാറ്റഗറി ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ്. ദേ ആർ ദ സീനിയർ മോസ്റ്റ് മിനിസ്റ്റേഴ്സ്. അവരാണ് ഇമ്പോർട്ടൻറ്റ് മിനിസ്റ്റേഴ്സൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ക്യാബിനറ്റ് ആണ് ദ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് അവർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. അവർ ഒന്നുകിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഈ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റിന് ഇൻഡിപെൻഡൻറ്റ് ചാർജ് കൊടുക്കാറുണ്ട്. ഇവർക്ക് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, ഡിഫോൾട്ടായിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ല. പക്ഷേ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ ഇവർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ഇൻഡിപെൻഡൻറ്റ് ചാർജ് കൊടുക്കില്ല. അവർ ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ 75 അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അത് സാധാരണയായിട്ട് ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി അല്ലെങ്കിൽ മെജോറിറ്റി കോയലേഷനെയാണ് പ്രൈം മിനിസ്റ്ററായിട്ട് പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യാറ്. എന്നാൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ആ സമയത്ത് ഇല്ല എങ്കിൽ ലീഡർ ഓഫ് ദ ലാർജസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ലാർജസ്റ്റ് കോയലേഷനെ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിനോട് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറയും. ഇതാണ് സാധാരണയായിട്ട് കൺവെൻഷനലി നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റിൻ്റെ ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻ്റാണ് ആ ഓഫീസ് കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ ആ ഓഫീസിൽ നിലനിൽക്കുന്നത്, പ്രൈം മിനിസ്റ്റർ ഓഫീസ് നിലനിൽക്കുന്നത്. എപ്പോഴാണോ അദ്ദേഹത്തിന് ലോക്സഭയിൽ മെജോറിറ്റി നഷ്ടപ്പെടുന്നത് ആ സമയത്ത് ഒന്നുകിൽ അദ്ദേഹം രാജിവെക്കണം അല്ലെങ്കിൽ പ്രസിഡന്റ് അദ്ദേഹത്തിനെ ഡിസ്മിസ് ചെയ്യും. പ്രൈം മിനിസ്റ്റർ പോസ്റ്റ് വാക്കൻ്റ് ആണെങ്കിൽ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാവില്ല. അതായത് പ്രൈം മിനിസ്റ്ററുടെ എക്സിസ്റ്റൻസിലാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നിലനിൽക്കുന്നത്. എപ്പോഴാണോ പ്രൈം മിനിസ്റ്ററുടെ സീറ്റ് വാക്കൻ്റ് ആവുന്നത് ആ സമയത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഓട്ടോമാറ്റിക്കലി ഡിസോൾവ്ഡ് ആവും. പ്രൈം മിനിസ്റ്ററുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കൗൺസിലിലുള്ള മിനിസ്റ്റേഴ്സ് ആരൊക്കെ വേണമെന്ന് പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. വേറൊന്ന്, അദ്ദേഹമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും പ്രസിഡന്റിനിടയിലുള്ള ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് വർക്ക് ചെയ്യുന്നത്. അടുത്ത എക്സിക്യൂട്ടീവ് പൊസിഷനാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഹി അല്ലെങ്കിൽ ഷീ ഈസ് ദ ലീഗൽ അഡ്വൈസർ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലീഗൽ അഡ്വൈസറാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. സുപ്രീം കോടതി ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരാളെയാണ് അറ്റോർണി ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അറ്റോർണി ജനറൽ ഹോൾ ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റ് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ലീഗൽ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് അറ്റോർണി ജനറലിൻ്റെ ഡ്യൂട്ടി. കൂടാതെ പ്രസിഡന്റ് ഭാവിയിൽ പറയുന്ന ലീഗൽ ക്യാരക്ടറുള്ള ഏത് ജോലിയും അദ്ദേഹം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം. ഇദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അറ്റോർണി ജനറലിൻ്റെ ചില റൈറ്റ്സ് ഉണ്ട്, സ്പെഷ്യൽ പ്രിവിലേജസ് ഒക്കെ ഉണ്ട്. അതായത് ഇന്ത്യയിലുള്ള ഏത് കോർട്ടിലും അദ്ദേഹത്തിന് റൈറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് ആസ് പാർട്ട് ഓഫ് പെർഫോമിങ് ഇറ്റ്സ് ഡ്യൂട്ടീസ്. അതുകൂടാതെ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും സംസാരിക്കാനും പ്രൊസീജിയേഴ്സിൽ ടേക്ക് പാർട്ട് ചെയ്യാനുമുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതുകൂടാതെ ജോയിൻറ്റ് സിറ്റിങ്ങിൽ പങ്കെടുക്കാം, ഏതെങ്കിലും കമ്മിറ്റിയിൽ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം, പക്ഷേ വിത്തൗട്ട് എ റൈറ്റ് ടു വോട്ട്. ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ അതേ പ്രിവിലേജസും ഇമ്മ്യൂണിറ്റീസും അറ്റോർണി ജനറൽക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് ഇത്രയൊക്കെ പ്രിവിലേജസ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയിട്ട് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ലീഗൽ പ്രാക്ടീസസ് അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരായിട്ട് അദ്ദേഹം ആർക്കെങ്കിലും ഒരു ലീഗൽ അഡ്വൈസ് കൊടുക്കാൻ പാടില്ല. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയും അറ്റോർണി ജനറലിനെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ട്. ഇതേ സ്റ്റാറ്റസിൽ സ്റ്റേറ്റിലുള്ള ഒരു ഓഫീസാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസറാണ്. അത് ആർട്ടിക്കിൾ 165 പറയുന്നത്. സോ ഇത്രയുമാണ് യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയാനുള്ളത്.
ഇത് വളരെ ബ്രീഫായിട്ടുള്ളൊരു ഡിസ്കഷനാണ്. കൂടുതൽ എഫേർട്ട് എടുത്ത് കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രം കണ്ടാൽ മതി. അടുത്ത സെഷനിൽ നമ്മൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുവരേക്കും ബൈ, താങ്ക് യു.